ലെപ്പേർഡ് ഇതിലൂടെ പാസ് ചെയ്തിപ്പം അധികം നേരം ആയിട്ടില്ല. ഇത് ഫ്രഷ് പക്മാക്കാണെന്നാണ്. ദേ ഇവിടെയായിരുന്നു ആ ടൈഗർ കടന്നത്. ഇപ്പൊ പല കാര്യങ്ങളും ഈ ഫോറസ്റ്റ് ട്രക്കിൽ നിന്ന് പഠിക്കാനുണ്ട്. ആ കാട്ടുപോത്തിന്റെ സൗണ്ട് കേട്ട് വന്ന നമുക്ക് ഈ കിട്ടിയ കാഴ്ച ശരിക്കും കാടെന്താന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഗൈഡ് ഇപ്പം ആ ടൈഗർ കടന്നിരുന്ന സ്ഥലവും ആ ടൈഗർ പോയ വഴിയൊക്കെ കാണിച്ചു തരികയാണ്. കാട്ടിലെ സൂര്യോദയം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്ന് കാട്ടിൽ കയറി ഉടനെ തന്നെ കണ്ടത് ഈ ഇരിക്കുന്ന ഗ്രേലങ്കൂറിനെയാണ്. അതിൻ്റെ ഒപ്പം ഒരു കുട്ടിയും കൂടി ഉണ്ട്. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഒരു മരത്തേൽ ഞങ്ങൾ 2 നീലഗിരി ലങ്കൂർ ഇരിക്കുന്നത് കണ്ടു. നമ്മളിങ്ങനെ അതിരാവിലൊക്കെ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ആനിമൽസിനൊക്കെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കാണാൻ സാധിക്കും. കുറച്ച് ദൂരത്തായിട്ട് ഒരു ഇന്ത്യൻ കോറിന്റെ ഹേർഡിനെ കണ്ടു. ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മിക്കപ്പോഴും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സൈറ്റിംഗ് ആണ് ഈ കാട്ടുപോത്തിൻ്റെത്. പറമ്പിക്കുളത്തേക്ക് പോകുമ്പോൾ ടോപ്പ് സ്ലിപ്പ് എത്തുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ചയാണിത്. നമ്മൾ വരുമ്പോഴുള്ള കാലാവസ്ഥയും ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ ഒന്ന് നോക്കി, ഇവിടെയൊക്കെ ആകെ കോടമഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് മാർച്ച് മിഡിലാണ്, നല്ല വേനലിൻ്റെ സമയത്ത്. എന്താ കോടം, മാർച്ച് മാസത്തിലെ ഇങ്ങോട്ട് വന്നതെന്ന് തോന്നുന്നില്ല. വേനലിൽ പറമ്പിക്കുളത്തെ കാഴ്ച ചെയ്ത് പറമ്പിക്കുളം എത്താറാകുമ്പോഴേക്ക് ഇതിൻ്റെ ടോപ്പ് സ്ലിപ്പിലൊരു കാഴ്ചയാണ്. കോടം ആകെ മൂടി നിൽക്കുന്നു. നല്ല തണുപ്പും അടിപൊളി അടിപൊളി കാലാവസ്ഥ. ഈ മഞ്ഞും തണുപ്പും ഒക്കെ ശരിക്കും ആസ്വദിക്കാൻ ഞങ്ങൾ ടോപ്പ് സ്ലിപ്പിൽ കുറച്ചു നേരം ഇറങ്ങി നിന്നു. തലേ ദിവസം മഴ പെയ്തുകൊണ്ടാവണം ഇങ്ങനെ കോടമഞ്ഞ് ഇവിടെ. അങ്ങനെ കുറച്ചു നേരം ടോപ്പ് സ്ലിപ്പിൽ നിന്ന് ഇനി ഞങ്ങൾ നേരെ പറമ്പിക്കുളത്തേക്കാണ് പോകുന്നത്. പറമ്പിക്കുളത്ത് എന്നിട്ട് അവിടെ നിന്ന് പക്മാക് ട്രെയിൽ ട്രെക്കിംഗ് ചെയ്യാനാണ് പ്ലാൻ. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ആകെ കോടമഞ്ഞാണ്. ആ ഇരിക്കുന്ന മയിലിനെ കണ്ട് വണ്ടി നിർത്തിയതാണ്. എന്ത് ഭംഗിയുള്ള മയിലാന്ന് നോക്കിയേ. അതിൻ്റെ പീലൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ഭംഗി ശരിക്കും കൂട്ടുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. പറമ്പിക്കുളത്ത് വന്നിട്ട് നിങ്ങൾ എന്തായാലും ഒരു മയിലിനെ പോലും കണ്ടില്ലെന്ന് ഒരിക്കലും പറയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ട് കിട്ടുന്നൊരു സൈറ്റിംഗ് ആണ് മയിലിൻ്റേത്. ഞങ്ങൾ ഇന്നിവിടെ കുറച്ച് നേരത്തെ എത്തി. ദേ ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് ഇവിടുത്തെ ഒരു കഫറ്റീരിയ ആണ്. ഞങ്ങൾ ആനപ്പാടിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വെയിറ്റ് ചെയ്തപ്പോൾ കിട്ടിയൊരു സൈറ്റിംഗ് ആണിത്. ഇവിടെ രാവിലെ ബേർഡ്സിന്റെ നല്ല പ്രസൻസ് ഉണ്ട്. ഈ ഇരിക്കുന്ന ബേർഡിന് എല്ലാവർക്കും തന്നെ നല്ല പരിചയം ഉണ്ടാവും. നമ്മുടെ പ്ലം ഹെഡഡ് പാരക്കിറ്റ്, പൂന്തത്ത. രാവിലെ അത് അതിൻ്റെ കുട്ടിയെ ഫീഡ് ചെയ്യുന്ന കാഴ്ചയാണിത്. ഫീഡ് ചെയ്യുന്നത് ഒരു മെയിലാണ്. മെയിലിനാണ് ഈ തലഭാഗത്തായിട്ട് ചുവപ്പ് നിറം കാണാറുള്ളത്. ഫീമെയിലിനൊരു ഗ്രേ കളറാണ്. ഒരു 8:45 ആയപ്പോഴേക്കും ട്രക്കിങ്ങിന് മുമ്പുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ട്രക്ക് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിന്ന് പക്മാക് ട്രെയിൽ ട്രക്കിംഗ് ആണ് ചെയ്യുന്നതെന്ന്. പക്മാക് ട്രെയിൽ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പെരുവാരിപ്പള്ളം ഡാമിൽ നിന്നാണ്. നമ്മളിപ്പം ആ ഡാമിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ പെരുവാരിപ്പള്ളം ഡാം എത്തിയതും ഞങ്ങൾക്ക് ഇന്നത്തെ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടി. ആ ഡാമിൻ്റെ അപ്പുറവശത്തായിട്ട് നിൽക്കുന്നത് ഒരു കാട്ടുപോത്താണ്. അതൊരു മെയിലാണ്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രസൻസ് മനസ്സിലാക്കിയിട്ടാന്ന് തോന്നുന്നു
ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത് അവിടെ നിന്ന് മാറിപ്പോകുകയായിരുന്നു. ഇവിടെ ഈ താഴെയായിട്ട് കുറേ മയിലുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ മയിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം, ഇങ്ങനെ മയിൽ ഡാൻസ് കളിക്കുന്നത് മഴ വരുമ്പോഴാണെന്ന്. ഇവര് ശരിക്കും ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഫീമെയിലിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ച് ദൂരത്തായിട്ട് ഒരു കൂട്ടം കാട്ടുപന്നികളെ കണ്ടു. ഈ വൈൽഡ് ബോറിന്റെ ഗ്രൂപ്പിനെ പറയുന്നത് സൗണ്ടർ എന്നാണ്. ഇതിലിപ്പം കുറേ കാട്ടുപന്നികളുണ്ട്. ഇവര് നടക്കുന്നത് നമ്മുടെ ട്രക്കിംഗ് റൂട്ടിലൂടെ ആട്ടോ. നമ്മൾ അതിലൂടെയാണ് ട്രക്ക് ചെയ്യാൻ പോകുന്നത്. കുറച്ചപ്പുറത്തായിട്ട് നമ്മൾ നേരത്തെ കാട്ടുപോത്തിനെ കണ്ടില്ലേ, ആ റൂട്ടിലൂടെ നമുക്ക് ട്രക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ ഒരു മയില് ഇപ്പോഴും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ഫീമെയിൽ ആണെങ്കിൽ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഇത് പാവം നമ്മൾ വന്ന മുതൽ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. നമ്മുടെ ഈ പക്മാക്ടേൽ ട്രക്കിംഗ് പെരുവാരിപ്പലം ഡാമിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കാട്ടിലൂടെ 12 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിൽ എത്തുന്നതാണ്. നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ടെറൈനാണ്. ഓൾമോസ്റ്റ് ഏരിയയും പ്ലെയിനാണ്. പിന്നെ നമ്മളൊരു 6 മണിക്കൂറിലധികം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് ഇതൊരു മോഡറേറ്റ് ലെവൽ ട്രക്കാന്ന് പറയാം. നിങ്ങൾക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും നടന്ന് പരിചയമില്ലെങ്കിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പരിചയം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ട്രക്കാണിത്. എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ. ശരിക്കും ഇത് എൻജോയ് ചെയ്യാനുള്ള കാരണം ഈ ഒരു ക്യൂരിയോസിറ്റിയാണ്. നമ്മൾ എന്ത് ആനിമൽസിനായിരിക്കും കാണുക, നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ആയിരിക്കും ഫോറസ്റ്റിൽ നിന്ന് കിട്ടുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. നമുക്കിപ്പം എല്ലാ ദിവസവും ഒരേപോലെ സൈറ്റിംഗ് ഒന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ കാടിനെ ശരിക്കും ഒബ്സർവ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് എന്നും കാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവും. അതിപ്പം ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് ആനിമൽസിൻ്റെ ബിഹേവിയർ ആവാം. അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും ഈ ഫോറസ്റ്റ് ട്രക്കിൽ നിന്ന് പഠിക്കാനുണ്ട്. അവിടെ ഒരു മ്ലാവ് ഉണ്ടായിരുന്നു. മുന്നിൽ പോയ ഗൈഡിനും പിന്നെ നിതിനും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ഞങ്ങളത് കണ്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും നമ്മുടെ അടുത്ത് എന്തൊക്കെയോ ആനിമൽസ് ഉണ്ടെന്ന്. ഓരോ ശബ്ദവും ഓരോ അനക്കവും നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണ് ആനിമൽസിനെ തേടി തുടങ്ങും. ഇങ്ങനെയുള്ള മുളങ്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബാക്കിലായിട്ട് എന്തെങ്കിലും ആനിമൽസ് നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്നായിരിക്കും അവരെ കാണുന്നതും അവർ നമ്മളെ കാണുന്നതും ഒക്കെ. അവർ പെട്ടെന്ന് പാനിക്കായി നമ്മളെ അറ്റാക്ക് ചെയ്യാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഗൈഡ് പറയുന്നതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ ഒരിക്കലും ഗൈഡിൻ്റെ ഒന്നും ഫ്രണ്ടിൽ കയറി നടക്കരുത്. എപ്പോഴും നമ്മൾ അവർ പറയുന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇവിടെയുള്ള ഗൈഡിനാണ് ഇവിടുത്തെ കാടും ഇവിടുത്തെ ആനിമൽസിൻ്റെ ബിഹേവിയറൊക്കെ നമ്മളെക്കാളും നന്നായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ നടന്നെത്തിയത് ഈ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ്.
ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് പക്മാക്സ് കാണാൻ പറ്റി. നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇത് ലെപ്പേർഡിന്റെ പക്മാക്കാണ്. ലെപ്പേർഡ് ഇതിലൂടെ പാസ് ചെയ്തിട്ടിപ്പം അധികം നേരം ആയിട്ടില്ല. ഇത് ഫ്രഷ് പക്മാക്കാണെന്നാണ്. പിന്നെ ഈ ലെപ്പേർഡ് പോയിരിക്കുന്നത് നമ്മൾ വന്ന വഴിന്റെ ഭാഗത്തേക്കാണ്. നമുക്കെന്തായാലും വന്ന സമയത്തൊന്നും ലെപ്പേർഡിന്റെ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. അതിപ്പം അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പ്രെഡേറ്റേഴ്സ് അവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ഒളിച്ചിരിക്കാൻ അത്ര അധികം കഴിവുണ്ട്. നമുക്കിനി ട്രെക്ക് ചെയ്യേണ്ടത് ആ ലെപ്പേർഡ് പോയതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ഞങ്ങൾ എന്തായാലും ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. നമുക്ക് അത്ര എളുപ്പത്തിലൊന്നും ഈ ടൈഗറിനെ ലെപ്പേർഡിനെയും ഇങ്ങനത്തെ പ്രെഡേറ്റേഴ്സിനൊന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതുവരെ ട്രെക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഇത്ര നേരം നല്ലപോലെ കോടമഞ്ഞുണ്ടായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് വെയിൽ വീണു തുടങ്ങിയിട്ടുണ്ട്. ചൂടും തുടങ്ങി. നമ്മൾ ഇതുവരെ നടന്നപ്പോഴൊന്നും വലിയ സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. തലേ ദിവസം മഴ പെയ്തതുകൊണ്ടും പിന്നെ രാവിലെയൊക്കെ കോടമഞ്ഞുള്ളത് കൊണ്ടും ഈ കരിയിലയിലൊക്കെ ഇപ്പോഴും ഈർപ്പമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നടക്കുമ്പോൾ വലിയ സൗണ്ടില്ല. ഇനിയിപ്പം വെയിൽ കൂടിക്കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ ആകെ ഡ്രൈ ആവും. പിന്നെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാവും. അനിമൽസിനൊക്കെ നമ്മുടെ പ്രസൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അങ്ങനെ പോകുമ്പോഴാണ് ഈ ടെറിട്ടറി മാർക്കിംഗ് കാണുന്നത്. ഇത് ടൈഗറിന്റെയോ ലെപ്പേർഡിന്റെയോ മാർക്കിംഗ് ആണ്. അധികവും ടൈഗറിന്റെ മാർക്കിംഗ് ആവാനാണ് ചാൻസ്. ടൈഗർ ആണ് ഇങ്ങനെ തുറസായ സ്ഥലത്തിലൂടെയൊക്കെ സഞ്ചരിക്കാറ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നത്. ഞങ്ങൾ ഒരു മൊമെന്റ് ശരിക്കും സ്റ്റക്കായി. കേട്ട സൗണ്ട് കാട്ടുപോത്തിന്റെ സൗണ്ടാണ്. ഇതൊരു മീറ്റിംഗ് കോള് പോലെ ഉണ്ട് കേട്ടിട്ട്. ചിലപ്പോഴൊക്കെ കാട്ടുപോത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ഗൈഡ് അവിടെ 2 കാട്ടുപോത്തിനെ കണ്ടിരുന്നു. ഞങ്ങൾ ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ. അത് കുറച്ച് ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് പോകാനുള്ള വഴി തന്നെയാണ് ആ കാട്ടുപോത്തും ഉള്ളത്. നമ്മൾ അതിലൂടെ പോകുമ്പം ആ കാട്ടുപോത്തിനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ കാട്ടുപോത്ത് നിന്ന സ്ഥലത്തിന്റെ അടുത്ത് ഞങ്ങൾ എത്തി. ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ഇപ്പൊ കാട്ടുപോത്തിനെ കാണാൻ പറ്റുന്നുള്ളൂ. ഈ ഫ്രണ്ടിലൊക്കെ നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. എന്ത് സ്മെല്ലാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഈ കാട്ടുപോത്തിന്റെ അവശിഷ്ടം ഇവിടെ കിടക്കുന്നത് കണ്ടത്. ഇതൊരു ടൈഗർ കില്ലാണ്. ഇതിന്റെ ബോൺസും കുറച്ച് പാർട്സും ഒക്കെ ഇവിടെ സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതിവിടെ കിടക്കുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പാവം തോന്നുന്നുണ്ട്. പക്ഷെ കാടിന്റെ നിയമം ഇതാണ്. ഈ കാട്ടുപോത്തിനെ ഹണ്ട് ചെയ്യാറുള്ളത് ടൈഗേഴ്സാണ്. പിന്നെ ഹണ്ട് ചെയ്യുന്നത് വൈൽഡ് ഡോഗ്സ് ആണ്. അത് പക്ഷെ വളരെ അപൂർവമാണ്. ആ കാട്ടുപോത്തിന്റെ സൗണ്ട് കേട്ട് വന്ന നമുക്ക് ഈ കിട്ടിയ കാഴ്ച ശരിക്കും കാടെന്താന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ ചത്ത് കിടക്കുന്ന കാട്ടുപോത്തിന്റെ അവശിഷ്ടം കണ്ടു നിന്നപ്പോൾ ശരിക്കുള്ള കാട്ടുപോത്തിനെ ഞങ്ങൾ മറന്നു. ഇനി നമുക്ക് ആ കാട്ടുപോത്ത് പോയ വഴിക്ക് പോവാം. അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് ദൂരെ ഒരു മരത്തിന്റെ മുകളിലായിട്ട് ഒരു നീലഗിരി ലങ്കൂറിനെ കണ്ടത്. ആള് ഭയങ്കര തിരക്കിലായിരുന്നു. ആരെയോ കണ്ട്
ഒരു കാര്യം വളരെ അർജന്റായിട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ സ്പീഡൊന്ന് നോക്കി, എത്ര പെട്ടെന്ന് അത് മരമൊക്കെ ചാടി പോകുന്നത്. ആ കാട്ടുപോത്തിനെ തേടി ഞങ്ങൾ എത്തിയത് ഈ ഒരു പുഴയിലാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ആ കാട്ടുപോത്ത് ഈ പുഴ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ തേടി പോവാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പക്ഷെ എത്തിയ ഈ ഒരു സ്ഥലം ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഇവിടെ കടുവേൻ്റെ ഇഷ്ടം പോലെ പക്മാക്കുണ്ട് കേട്ടോ. പിന്നെ മണലായതുകൊണ്ട് അത്യാവശ്യം ക്ലിയർ ആയിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. നമ്മുടെ ഗൈഡ് ഈ പക്മാക്ക് ട്രാക്ക് ചെയ്ത് കുറച്ച് മുന്നോട്ട് നടന്നു. ഞങ്ങളവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അകത്ത് നിൽക്കുമ്പോഴാണ് ഗൈഡ് ഞങ്ങളെ പെട്ടെന്ന് വിളിച്ചത്. ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ഗൈഡ് ഇവിടെ എത്തിയതും ഒരു ടൈഗറിനെ കണ്ടു. ആ ടൈഗർ ഗൈഡിനെ കണ്ട ഉടനെ തന്നെ അവിടെ നിന്ന് മാറി സൈഡിലേക്ക് പോയെന്ന്. ആ ഒരു മൊമെന്റ് ശരിക്കും ഞങ്ങൾക്ക് തരുന്നൊരു ത്രില്ലുണ്ടല്ലോ, അത് ഭയങ്കരാണ്. ഞങ്ങളെല്ലാവരും ആ ടൈഗർ പോയ സ്ഥലത്തേക്ക് കുറച്ചു നേരം ശ്രദ്ധിച്ചു നോക്കിയിരുന്നു. ഇനി ആ ടൈഗർ എങ്ങാനും മാറി നിന്ന് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങള് കുറച്ചു നേരം ശരിക്കും നോക്കിയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ഗൈഡ് ആ പുഴ ക്രോസ് ചെയ്ത് ടൈഗർ കടന്നിരുന്ന സ്ഥലത്തേക്ക് പോയി. നമ്മുടെ ഗൈഡ് ഇപ്പം ആ ടൈഗർ കടന്നിരുന്ന സ്ഥലവും ആ ടൈഗർ പോയ വഴിയൊക്കെ കാണിച്ചു തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കാട്ടിലെ ഏറ്റവും വലിയ പ്രെഡേറ്റർ നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവാം. ഈ ഒരു മൊമെന്റ് ഒക്കെ ശരിക്കും ഒന്ന് ഫീൽ ചെയ്ത് തന്നെ അറിയണം. ദേ ഇവിടെയായിരുന്നു ആ ടൈഗർ കടന്നത്. അതിവിടെ കടന്നതിന്റെ കൈകുത്തി എണീറ്റതിന്റെ പാടൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഈ പുഴയിലൂടെ കുറച്ചു ദൂരം നടന്ന നമ്മൾ വീണ്ടും ട്രക്കിംഗ് പാത്തിലേക്ക് തന്നെ എത്തും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു ദൂരം ഈ പുഴയിലൂടെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് പാത്തിൻ്റെ അടുത്തെത്താറായി. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. നമ്മുടെ ഈ ഒരു ട്രക്ക് 6 മണിക്കൂർ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്നാക്സും നമുക്ക് കുടിക്കാനുള്ള വെള്ളവും നിർബന്ധമായിട്ടും കരുതണം. അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങി. നടന്നെത്തിയത് ഈ ഒരു മരത്തിന്റെ അടുത്തേക്കാണ്. നിങ്ങൾ പറമ്പിക്കുളത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വീക്ക് ഡേയ്സിൽ വരാൻ നോക്കുക. വീക്കെൻഡ്സിലൊക്കെ ഇവിടെ ഇപ്പം നല്ല തിരക്കാണ്. അത് മാത്രമല്ല, ട്രക്ക് ചെയ്യാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വീക്ക് ഡേയ്സിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ ട്രക്കിംഗ് ഫീ കുറവാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വെബ്സൈറ്റിൽ നോക്കിയാൽ കിട്ടും. ഞാൻ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങൾ ഈ പക്മാക്ക് ട്രെയിൽ ചെയ്യുമ്പോൾ പല പ്രാവശ്യവും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള മുളങ്കൂട്ടത്തിൻ്റെ ഇടയിലായിട്ട് ആനകളുടെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഇന്നെന്തോ നമുക്ക് ഇതുവരെ ആനയുടെ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മുതൽ നമുക്കങ്ങനെ അവിടെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുമില്ല. ഞങ്ങൾ ഈ നടക്കുന്ന വഴീൻ്റെ 2 സൈഡിലുമായിട്ടാണ് ഈ ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുള്ളത്. ടൈഗറിൻ്റെ മൂവ്മെൻ്റ് ഉള്ള സ്ഥലത്താണ് ഇങ്ങനെ ക്യാമറ ട്രാപ്പ് വെക്കുന്നത്.
നമ്മുടെ ഇന്നത്തെ ഈ പക്മാക് ട്രെയിൽ ഏകദേശം അവസാനിക്കാറായി. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി നടക്കാനുള്ളൂ. നമ്മൾ ഈ നടന്നെത്തുന്നത് നമ്മൾ രാവിലെ കാട്ടുപോത്തിനെ കണ്ട സ്ഥലത്തേക്കാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.